നമ്മൾ ക്രീക്കിലേക്ക് പോവുകയാണ്. ക്രീക്കിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ മെട്രോ കാലിയായിട്ടുണ്ട് കേട്ടോ. തിരക്ക് കുറഞ്ഞിട്ടുണ്ട് മെട്രോയിലേക്ക്. ഇനി ക്രീക്കിൽ പോയിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ക്രീക്കിലൊരു ഹാർബർ ഉണ്ട്, അവിടേക്കാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ക്രീക്ക് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ക്രീക്ക് മെട്രോ സ്റ്റേഷനിൽ നമ്മൾ ആകെ 5 ദിറംസുള്ളൂ നമുക്ക്. നമ്മളെ യൂണിയൻ അല്ല, നമ്മളെ റിഗ, നമ്മളെ റൂമിൽ നിന്ന് ആകെ എത്ര 7-8 മെട്രോ സ്റ്റേഷൻ ഉണ്ട്. 7-8 മെട്രോ സ്റ്റേഷൻ ഉണ്ട് ക്രീക്കിലേക്ക്. ഗ്രീൻ ലൈനാണ് നമ്മൾ വരേണ്ടത്, ശ്രദ്ധിക്കേണ്ടത് ഗ്രീൻ ലൈനാണ്. പക്ഷെ നമുക്ക് ആകെ വന്നത് വെറും ഈ പറഞ്ഞ മാതിരി 5 ദിറംസിലോട്ട് വന്നത്. ഭയങ്കര ചീപ്പാണ്. മെട്രോയിലാണ് ചീപ്പായിട്ട് ഇവിടെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ബസ്സുമാണ്. ബസ് ഇപ്പോൾ ഏതൊക്കെ സമയത്ത് ഉണ്ടാവാറില്ല, മെട്രോ എപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പോൾ ബാങ്ക് കൊടുത്തുക്കണം. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കാനുണ്ട്. അപ്പോൾ ബാഗിൽ കയ്യിൽ വെച്ചിട്ടുണ്ട് നമ്മളപ്പോൾ. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് നോമ്പ് തുറക്കണം. കാഴ്ച നമ്മളിപ്പോൾ ക്രീക്കിൻ്റെ ഹാർബറിൻ്റെ സൈഡിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ മനസ്സിലായ കാര്യം എന്താ വെച്ചാൽ ഇവിടെ അടുത്ത ബോട്ട് വരുന്നത് 7:50-നാണ്. അതായത് 1 മണിക്കൂർ. ഇപ്പോൾ 6:40 ആയിട്ടുള്ളൂ. 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്ത ബോട്ട് വരുള്ളൂ എന്നാണ് പറഞ്ഞത്. അതുവരെ വെയിറ്റ് ചെയ്യേണ്ടത്. പക്ഷെ ശരിക്കും സൺസെറ്റാണ് നമുക്ക് ഇവിടെ കാഴ്ച കിട്ടേണ്ടത് അപ്പുറത്തേക്ക് പോയിട്ട്. അതായത് ബോട്ടിൽ അങ്ങനെ പോകാൻ വേണ്ടത്. എന്തായാലും നമ്മൾ ഇവിടെ ഈ സൈഡിലാണ് വെയിറ്റ് ചെയ്യേണ്ടത്. മെട്രോ ഇറങ്ങിയ സൈഡിലാണ്. ഇപ്പോൾ ക്രീക്കിലാണ് ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആണിത്. നമ്മളെ അതായത് ഈ പറഞ്ഞ ഒരു ബോട്ടിൽ കയറാൻ പോണ നമ്മളെ ബോട്ട് ഇതാണ് കേട്ടോ, വന്നിട്ടുണ്ട്. ഇതാണ് ബോട്ട്. പക്ഷേ ഇപ്പോൾ ഈ സമയം പ്രയർ, അതായത് നിസ്കാരത്തിൻ്റെ സമയം, മഗ്‌രിബ് നോമ്പിൻ്റെ സമയം അതുകൊണ്ടാണ് ലൈറ്റാണ്, ബോട്ട് ലൈറ്റാണ്. 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണെന്നാണ് അവൻ പറഞ്ഞത്. നമുക്ക് അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്നിട്ടാണ് നമ്മൾ അപ്പുറത്തേക്ക് പോകുക കേട്ടോ. അതായത് ബോട്ട് ചുറ്റും കറക്കി തരും. നല്ല ബോട്ടുണ്ട്, നല്ല ലുക്കുള്ള ബോട്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ കറക്കിയിട്ട് നമുക്ക് ഇവിടെ തന്നെ കൊടുന്ന് ഇതാക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. അത് ഇനി അപ്പുറത്താണോന്ന് അറിയില്ല, നമുക്ക് എന്തായാലും കാണാം. നമ്മളങ്ങനെ ക്രീക്ക് ഹാർബറിലേക്ക് പോവാണ്, ബോട്ട് കയറാൻ പോവാണ് ഇപ്പോൾ നമ്മൾ. ഉണ്ടോ ബോട്ട് കേട്ടോ. ബോട്ടിൽ കയറുമ്പോൾ തന്നെ നോൾ കാർഡ് നമുക്ക് സ്കാൻ ചെയ്യേണ്ടതുണ്ട്. അതിൽ നിന്നാണ് പൈസ ഈടാക്കുക. അതല്ലാതെ നമുക്ക് നേരിട്ട് ക്യാഷ് കൊടുത്ത് ടിക്കറ്റ് എടുക്കാനും പറ്റും. ഞാൻ എന്തായാലും നോൾ കാർഡ് വഴിയാണ് പൈസ കൊടുത്തത്. സീറ്റ് നമുക്ക് സൈഡ് സീറ്റ് തന്നെ കിട്ടി. പക്ഷേ നിർഭാഗ്യവശാൽ ഉള്ളിൽ വെളിച്ചമായതുകൊണ്ട് തന്നെ പുറത്തേക്ക് രാത്രി ആയതുകൊണ്ട് നമുക്ക് കാഴ്ചകളൊന്നും കാണാൻ പറ്റുന്നില്ല. ക്രീക്കിൽ ഒരുപാട് നല്ല സ്റ്റൈലിഷ് കഫേകളും ബ്രിഡ്ജിൻ്റെ വ്യൂകളും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി കാഴ്ചകളുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. അത് നമ്മളങ്ങനെ ക്രീക്ക് ഹാർബറിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് ക്രീക്ക് ഹാർബർ. യെസ്, ബോട്ട്, നമ്മുടെ ബോട്ട് ഇതാണ്. ഈ ബോട്ടൊക്കെ RTA അണ്ടറിലാണ് കേട്ടോ. RTA നല്ല ലുക്ക് ഉണ്ട് കേട്ടോ. നല്ല കാണാൻ തന്നെ അടിപൊളി. ബോട്ട് വന്ന് ഇറങ്ങിയ പാടെ തന്നെ ഒരുപാട് നല്ല വലിയ വലിയ കെട്ടിടങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലൈറ്റ് ഷോകളും മറ്റൊക്കെ ആയിട്ട് വലിയ ഒരു ജനസാഗരം തന്നെ അതിൻ്റെ ഉള്ളിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ ബാക്കി കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഹാർബറിൽ ഇറങ്ങിയിട്ട് ഇതാണ് വ്യൂ കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ്. ഒരുപാട് കെട്ടിടങ്ങളുണ്ട്, വലിയ വലിയ കെട്ടിടങ്ങൾ. ഇതൊക്കെ വലിയ വലിയ ഹോട്ടലുകളാണ് തോന്നുന്നുണ്ട്. ഇമാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹോട്ടലുകൾ. ഇവിടെ റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ കേട്ടോ, ഫുഡ് കഴിക്കാനൊക്കെ. ഇവിടെ കുറേ റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കഫേ, റെസ്റ്റോറൻറ്റ്സ് കാര്യങ്ങളൊക്കെ.
ഈന്തപ്പനകൾ നട്ടു വളർത്തിയിട്ട് അതിൻ്റെ ഈ സൈഡിലായിട്ട് ഒരുപാട് കഫേകൾ, അതായത് ഓപ്പൺ കഫേകളാണ് കാര്യമായിട്ടുള്ളത്. ചില ആളുകളൊക്കെ ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ നമുക്കിത് കാണാൻ പറ്റും. അങ്ങനെ ഒരു ദുബായ് സ്റ്റൈലിൽ, ഒരു അറബിക് സ്റ്റൈലിൽ തന്നെയാണ് ഇവരിത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഹാർബറിൽ ബോട്ടുകൾ നിർത്തിയിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ. അതായത് ഒരുപാട് ബോട്ടുകളുണ്ട്, ചിലത് എടുക്കാനുള്ളതും ചിലത് വന്നതും ഒക്കെ ആയിട്ടുണ്ട്. ഒക്കെ ഈ പറഞ്ഞ മാതിരി ഹാർബറിൽ തന്നെയാണ് നിർത്തിയിട്ടുള്ളത്. ഈന്തപ്പനകളാണ് കാണുന്നത് കേട്ടോ. ഈന്തപ്പനയുടെ മുന്നിൽ കൂടെയാണ്. ഈ സൈഡിലായിട്ട് കടൽ, ബീച്ച് ഉണ്ട്. കടലും ഈ സൈഡിലായിട്ട് ഇങ്ങനെ ഓരോ റെസ്റ്റോറൻറ്റ്, കഫേകളും മറ്റും ഉണ്ട്. ഇവിടെ ഒരു കോഫി കഫേകളുണ്ട്, കഫേ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഈ ക്രീക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വലിയ കെട്ടിടങ്ങളാണ് ഈ സൈഡ് മൊത്തം കാണുന്നത് കേട്ടോ. അതായത് ഫ്ലാറ്റുകൾ, റെസ്റ്റോറൻറ്റ്, ഹോട്ടലുകളൊക്കെ ആയിട്ട് ഒരുപാട് കെട്ടിടങ്ങളുണ്ട്. നമ്മൾ ഇപ്പോഴും ക്രീക്ക് ഹാർബറിൽ തന്നെയാണ്. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞു. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയുണ്ടോ. ക്രീക്ക് ഹാർബർ ഇവിടെ ഇങ്ങനെ ഓരോ കഫകൾ നല്ല രസമായിട്ട് ഉണ്ട്. ഇവിടെ വന്നിരിക്കാം നമുക്ക്. ഇങ്ങനെ വെറുതെ ഇങ്ങനെ നമുക്ക് ഇരിക്കാം, ഓരോ കാഴ്ചകൾ കാണാം. രസമാണ് ഇവിടെ ഇങ്ങനെ വന്നിരിക്കാൻ കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ കപ്പിൾസായിട്ട്, ഫാമിലി ആയിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ രസമാണ്. എല്ലാവരും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വന്നിരിക്കാനും, പ്രത്യേകിച്ച് കപ്പിൾസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സമയം ചിലവഴിക്കാൻ പറ്റിയ ഒരു, പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ സമയം ചിലവഴിക്കാൻ പറ്റിയ ഒരു നൈറ്റ് ലൈഫ് കിട്ടുന്ന ഒരു സ്പോട്ട് തന്നെയാണ്. അതായത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് നമ്മളെ ഈ ഒരു ക്രീക്ക് ഹാർബർ. ക്രീക്ക് ഹാർബറിൽ ഇങ്ങനെ ഒരുപാട് ഭാഗങ്ങളുണ്ട് കേട്ടോ. നമുക്ക് നടന്ന് കാണാൻ കുറേ ഉണ്ട് ഇവിടെ. നമ്മൾ കുറച്ചുകൂടി ഒരു സ്റ്റെപ്പ് മാതിരിയുള്ളൊരു ഭാഗമാണിത്. പിന്നെ ഒരിടത്തേക്ക് പോയാൽ നമുക്ക് അവിടുന്ന് കുറച്ചുകൂടി നല്ല വ്യൂ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മളിവിടുത്തെ ഒരു റാമ്പ്, ഒരു ബ്രിഡ്ജ്, ചെറിയൊരു ബ്രിഡ്ജാണ് വളഞ്ഞു തിരിഞ്ഞിട്ടുള്ള, ആയിക്കോട്ട് നടക്കണം. ഇപ്പോൾ മുകൾക്കാണ്. യെസ് ഗൈസ്, എന്തല്ലേ ലുക്കന വേറെ ഒന്നാണ്. അങ്ങനെ ഭംഗിയുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് ഉള്ള വ്യൂ. ഇതാണ് ഏറ്റവും മുകളിൽ നിന്നുള്ള വ്യൂ കേട്ടോ. അതിൻ്റെ നമുക്ക് ഈ കെട്ടിടങ്ങളും ഹാർബറൊക്കെ പാടി കിട്ടുന്ന നല്ലൊരു അടിപൊളി വ്യൂ ആണ്. നമ്മളിവിടുത്തെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ഇതാണ് ബ്രിഡ്ജ് കേട്ടോ. ഈ ഹോട്ടലിൽ നിന്ന് ഇങ്ങനെ ബ്രിഡ്ജ് കൂടെ ഇങ്ങനെ നടന്ന് കാഴ്ച കാണാൻ പറ്റും. ഈ കാണുന്ന കെട്ടിടത്തിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. പ്രത്യേകിച്ച് ആ താഴെയുള്ള ഈന്തപ്പനകളൊക്കെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് തരുന്നത്. ബ്രിഡ്ജിൻ്റെ മുകളിലൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ ലൈറ്റൊക്കെ ആയിട്ട് സ്റ്റെപ്പൊക്കെ കയറിയിട്ട് നമുക്ക് ഈ ബ്രിഡ്ജിൻ്റെ ഈ ഒരു തല വരെ വരാം. അവിടെ വന്നാൽ നമുക്ക് ഈ കാണുന്ന പോലെ ബ്രിഡ്ജിൻ്റെ ആ തല കാണാനും പറ്റും. നിങ്ങൾ ഈ കാണുന്ന വഴി കണ്ടിട്ടുണ്ടാകും. ആ ഈന്തപ്പനൊക്കെ ആയിട്ടുള്ള ആ ഒരു
ഭാഗം. അവിടെ നിന്നാണ് നമ്മൾ നടന്നു വന്നത് ആദ്യം. അങ്ങനെ വന്നിട്ടാണ് ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ കയറിയത്. ഈ ബ്രിഡ്ജിന് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. പ്രത്യേകിച്ച് ആ ബ്രിഡ്ജ് കാണാൻ തന്നെ ആളുകൾ അതിലൂടെ നടന്നു പോകുന്നത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഗ്ലാസ് ചുറ്റുമായിട്ട് നല്ലൊരു കാഴ്ച തന്നെയാണ്. പ്രത്യേകിച്ച് അതിൻ്റെ മുകളിൽ കയറിയാലും അത് താഴെ നിന്ന് നോക്കിയാലും ഒക്കെ. നമ്മളങ്ങനെ തിരിച്ചിറങ്ങി. ഇനി അടുത്ത ബോട്ടിൽ തിരിച്ച് മെട്രോ സ്റ്റേഷനിലേക്ക് പോകണം. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. ഓക്കെ, ബൈ.